വയനാട് ദുരന്തം അത് അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കൂടുതൽ സഹായം നൽകുന്നത് പരിശോധിക്കുകയാണ് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തിന് ഇതുവരെ നൽകിയ സഹായവും പ്രത്യേക പാക്കേജ് സംബന്ധിച്ചുമുള്ള വിശദാംശങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് അറിയിച്ചേക്കും. കേരളം ആവശ്യപ്പെട്ട 2219 കോടി രൂപയുടെ പാക്കേജ് മന്ത്രാലയ സമിതി പരിശോധിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണൻ തന്നെയാണ് ഇതിൻ്റെ വിവരങ്ങൾ നൽകുന്നത്. ജിഷ്ണു, ഇത് തുടക്കം മുതൽ തന്നെ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഇതിന്മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം, കേന്ദ്ര സഹായം സംബന്ധിച്ച്. പക്ഷേ കൃത്യമായ സമയങ്ങളിൽ ഇടപെട്ട് കേന്ദ്ര സഹായം അനുവദിക്കുന്നത് നടന്നു പോരുക തന്നെയാണ്. ഇന്നിപ്പോൾ അതിലെന്താണ് കൂടുതലായി ഉണ്ടാവുക, കേരളം പ്രതീക്ഷിക്കേണ്ടത്? വീണ, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകിയിട്ടുള്ള സഹായവുമായി ബന്ധപ്പെട്ടും പ്രത്യേക പാക്കേജ് സംബന്ധിച്ചുമുള്ള വിശദാംശങ്ങൾ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ അറിയിച്ചേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പാക്കേജ് നൽകുന്നതിനായി മന്ത്രാലയം പരിശോധിക്കുന്നത്. ഇതിന് മന്ത്രാലയ സമിതി ഇത് സംബന്ധിച്ച പരിശോധന നടത്തി വരികയാണ്. വീണ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഈ ദുരന്തം നടന്നു കഴിഞ്ഞതിന് ശേഷം ഈ അടുത്തിടെയാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട്, എന്തെല്ലാം തരത്തിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി, എത്രത്തോളം ദുരിതാശ്വാസ പ്രവർത്തനം ആവശ്യമാണ്, അതിന് എത്രത്തോളം രൂപ ആവശ്യമുണ്ട് എന്നത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ അടുത്തിടെ മാത്രമാണ് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുള്ളത്. അത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പരിശോധിച്ചു വരികയാണ്. നിലവിൽ നവംബർ 16-ന് 153 കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട്. അപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ 750-ലധികം കോടി രൂപ നിലവിൽ ഉണ്ട്. അക്കാര്യവും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് വളരെ കൃത്യമായ സഹായം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ലഭ്യമാകുന്നു. പ്രത്യേക പാക്കേജ് 2271 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ഏത് രീതിയിൽ നൽകാനാകും എന്നത് സംബന്ധിച്ച് കൃത്യമായ പരിശോധന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടത്തി വരികയാണ്. ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ജനം ടിവിയുടെ കൂടെ ഒരു അപ്രതീക്ഷിത അതിഥി കൂടി ചേരുന്നുണ്ട്. നടക്കാനിറങ്ങിയ PK കൃഷ്ണദാസനെ നമ്മൾ ഓടിച്ചിട്ട് പിടിച്ചതാണ്. നമസ്കാരം. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നടത്തം നിർത്തുന്നത് പിടിച്ചത്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നൊരു വിശദീകരണം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നഷ്ടപരിഹാരം അല്ലെങ്കിൽ ദുരിതാശ്വാസ തുക നൽകുന്നതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് BJPയുടെ ഭാഗത്തുനിന്ന് എന്തെല്ലാം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്? അതായത് നമ്മുടെ വയനാട് ദുരന്തം അതീവ ദുരന്ത മേഖലയായി കണക്കാക്കിക്കൊണ്ട് പുനരധിവാസത്തിന് ആവശ്യമായ തുക കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുന്നതിന് മുൻപും വയനാട് സന്ദർശിച്ച സമയത്തും ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്താണോ പ്രഖ്യാപിക്കുന്നത് അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സവിശേഷതയാണ്, പ്രത്യേകതയാണ്. പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് മാത്രം പ്രഖ്യാപിക്കുക, അത് പ്രാവർത്തികമാക്കുക എന്ന സ്വഭാവമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് കൂടിയാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇപ്പോൾ ഈ വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് എന്താണോ അദ്ദേഹം പ്രഖ്യാപിച്ചത് അത് പ്രാവർത്തികമാകാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ആഭ്യന്തര വകുപ്പിൽ നിന്നും ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണനയ്ക്ക് വന്ന സമയത്ത് നമ്മുടെ കേന്ദ്രം അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു, നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള 783 കോടി രൂപ ഒരു നയാ പൈസ ചെലവഴിക്കാതെ ഇപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുണ്ട്. ദുരന്ത നിവാരണ ഫണ്ടിൽ 783 കോടിയുണ്ട്. നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് വയനാട് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടിട്ട് ആവശ്യമായ തുക ഇതിൽ നിന്നും ചെലവഴിക്കാവുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ അനുമതിയും അനുവാദവും നൽകിയിട്ടുണ്ട്. ഇക്കാര്യം ഹൈക്കോടതിയിലും പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി തന്നെ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയതാണ്. ഈ പണത്തിൽ നിന്ന് എന്തുകൊണ്ട് നിങ്ങൾ ചെലവഴിച്ചുകൂടാ, കേന്ദ്രത്തിൻ്റെ പണമാണ്, സംസ്ഥാനത്തിന് നയാ പൈസയില്ല എന്ന് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൂലൈ 31-ന് അടിയന്തര ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് അടിയന്തര സഹായം എന്നോണം 153 കോടി കൊടുത്തിട്ടുണ്ട്. നവംബർ മാസം വീണ്ടും 153 കൊടുത്തിട്ടുണ്ട്. വീണ്ടും ചെറിയ തുക
ചെറിയ അടിയന്തര ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ അടുത്ത ദിവസവും തുക കൊടുത്തിട്ടുണ്ട്. അതിന് പുറത്താണ് അതീവ ദുരന്ത നിവാരണ മേഖലയായി കണ്ടെത്തിക്കൊണ്ട് കൂടുതൽ തുക അനുവദിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നത്. അവിടെ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ഉദാരമായ നിലപാടാണ് ഇക്കാര്യം സ്വീകരിച്ചത്. ഇത്തരത്തിൽ ഫണ്ട് നൽകുന്നു എന്ന് പറയുമ്പോഴും ഈ വയനാടുണ്ടായിട്ടുള്ള ദുരന്തം നമുക്കറിയാം, മനുഷ്യ മനസ്സുകളെ വിറപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഏവർക്കും ദുഃഖം ഉണ്ടാക്കുന്ന തരത്തിൽ ആ ദുഃഖത്തിൻ്റെ ബാക്കിപത്രമായ നിരവധി ആളുകൾ ആ വയനാട്ടിലുണ്ട്. അവർക്ക് ലഭിക്കേണ്ട ദുരിതാശ്വാസ തുക അല്ലെങ്കിൽ അവരുടെ ഒരു പുനരധിവാസം സംബന്ധിച്ച നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇതിലൊരു രാഷ്ട്രീയം കളി നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതായത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തെല്ലാം തന്നെ CPM അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെല്ലാം വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാർ വയനാടിനെ അവഗണിച്ചു, യാതൊരു തരത്തിലുമുള്ള പുനരധിവാസ പാക്കേജ് നൽകിയിട്ടില്ല എന്നാണ്. അല്ല, ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 6000 പ്രതിമാസ വാടക അത് ഈ ദുരന്തത്തിൽപ്പെട്ടിട്ടുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കൃത്യമായി നൽകുന്നില്ല. മാത്രമല്ല പ്രതിമാസമായിട്ട് അവർക്ക് ലഭിക്കുന്ന നാമമാത്രമായ തുക അതും കൊടുക്കുന്നില്ല. അതിനപ്പുറത്ത് ശാശ്വതമായ ദുരന്ത നിവാരണം എന്ന നിലക്ക് ഒരു പ്രത്യേക പാക്കേജ് സംസ്ഥാന സർക്കാർ കൊണ്ടുവരേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും എത്ര കുടുംബത്തിനാണ് വീട് നൽകാൻ വേണ്ടി പോകുന്നത്? എവിടെയാണ് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്? എവിടെയാണ് വീട് നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്? എത്ര വീടുകൾ നിർമ്മിക്കുന്നു? ആർക്കൊക്കെ കൊടുക്കുന്നു? എത്ര മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ പോകുന്നു? ആ പ്രദേശത്ത് വൈദ്യസഹായത്തിന് സൗകര്യമുണ്ടോ? വിദ്യാഭ്യാസ സഹായത്തിന് ഇതൊക്കെ അടങ്ങുന്ന ഒരു ബൃഹത്തായിട്ടുള്ള സമഗ്രമായ പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി തന്നെ മുഖ്യമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ്. മാസങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇതുവരെ 1 ഇഞ്ച് പോലും അക്കാര്യത്തിൽ മുന്നോട്ട് പോയിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനമാണ് നമുക്ക് കാണിക്കുന്നത്. മാത്രമല്ല അവഗണന, ആത്മാർത്ഥതയില്ലായ്മ, കാര്യക്ഷമതയില്ലായ്മ, കഴിവില്ലായ്മയാണ് സംസ്ഥാന ഗവൺമെൻറ്. കഴിവില്ലായ്മയും കാര്യക്ഷമതയില്ലായ്മയും ആത്മാർത്ഥതയില്ലായ്മയാണ് കാണിക്കുന്നത്. ഇത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ കേന്ദ്രം പണം തരുന്നില്ല എന്ന കള്ളക്കഥയാണ് മുഖ്യമന്ത്രിയും LDF പ്രചരിപ്പിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാം. ഈ സംസ്ഥാന സർക്കാരിൻ്റെ കഴിവുകേടും കൊള്ളരുതായ്മയും ആത്മാർത്ഥതയില്ലായ്മയും പുറത്തു കൊണ്ടുവരേണ്ട UDFും കോൺഗ്രസും അവർ മുഖ്യമന്ത്രിയെ ജനരോഷത്തിന് രക്ഷപ്പെടുത്താനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് LDFനോടൊപ്പം ചേർന്ന് മുഖ്യമന്ത്രിയോടൊപ്പം ചേർന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും UDFും സംയുക്തമായിട്ട് ഹർത്താൽ പ്രഖ്യാപിച്ചത്. അതായത് IND സഖ്യമാണ് കേരളത്തിൽ ഭരിക്കുന്നത് എന്നുള്ളൊരു തെളിവാണ്. പക്ഷേ ഒരു കാര്യം ഇവിടെ ഉറപ്പാണ്, കേന്ദ്ര ഗവൺമെൻറ് അനുഭാവപൂർണമായ മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ കേരള ഗവൺമെൻറ് പിണറായി സർക്കാർ ഇക്കാര്യത്തിൽ വളരെ പ്രകൃതി ദുരന്തത്തേക്കാൾ അതിനേക്കാൾ വലിയൊരു ദുരന്തമായിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് മാറുന്നു. അതിനോട് UDF ഒരുമിച്ച് ചേരുന്നു എന്നുള്ളതാണ് വർത്തമാനകാല കേരളം കാണുന്നത്. ഏതായാലും കേന്ദ്ര ഗവൺമെൻറ് വയനാട്ടിലെ ജനങ്ങളെ ഒരിക്കലും അവഗണിക്കില്ല. അവരെ പുനരധിവസിപ്പിക്കാനുള്ള എല്ലാ സഹായവും സാമ്പത്തിക സഹായവും കേന്ദ്ര ഗവൺമെൻറ് ചെയ്യും. പ്രധാനമന്ത്രി എന്താണോ പ്രഖ്യാപിച്ചത് അത് 100% നടപ്പാക്കുമെന്ന കാര്യം സംശയമില്ല. ഏതായാലും ഇന്നയോ നാളെയോ ഇക്കാര്യം നമ്മുടെ ലോകസഭയിൽ നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ പ്രഖ്യാപിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഹർത്താൽ പ്രഖ്യാപിക്കുകയും കേന്ദ്രത്തിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളോട് പരസ്യമായി മാപ്പ് ചോദിക്കാൻ തയ്യാറാകണം എന്നതാണ് BJP അഭിപ്രായം. ഓക്കെ, വളരെയധികം നന്ദി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട BJPയുടെ വിഷയമാണ്, അല്ലെങ്കിൽ BJP മുൻപോട്ട് വയ്ക്കുന്ന വിഷയമാണ് PK കൃഷ്ണദാസ് അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വയനാട് ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക പാക്കേജ് നൽകുന്നതിനെ പറ്റിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പരിശോധിക്കുന്നത്. അത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ലോക്സഭയിൽ ഒരു വിശദീകരണം നൽകും എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇന്നലെ രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ കേരളം 2271 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച് മന്ത്രാലയ സമിതി പരിശോധിച്ചു വരികയാണ്. നിലവിൽ അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് പാക്കേജ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതിനു പുറമെ നവംബർ 16 153 കോടി രൂപ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ മാത്രം 750 കോടിക്ക് മുകളിൽ തുകയുണ്ട് എന്നുള്ളതും അത് വിനിയോഗിക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളതുമാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാട് കാര്യങ്ങൾ വളരെയധികം വ്യക്തമാണ്. നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ മാത്രം
700 കോടിയിലധികം രൂപയുണ്ട്. എന്നാൽ അതിലൊരു രൂപ പോലും വയനാട് ഈ ദുരന്ത ബാധിതരായിട്ടുള്ള വീട് നഷ്ടപ്പെട്ടിട്ടുള്ള ഉറ്റവരെ നഷ്ടപ്പെട്ടിട്ടുള്ള അത്രയധികം ദുരന്തം ബാധിച്ചിട്ടുള്ള മേഖലയിൽ ആശ്വാസമാകുന്നതിന് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ PK കൃഷ്ണദാസ് ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും വയനാടിന് എന്ത് പ്രത്യേക പാക്കേജ് ലഭ്യമാകും എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ലഭ്യമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. വീണ.